സാധാരണയായി നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്ത അനേക കാര്യങ്ങൾ ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ കൊച്ചുബുദ്ധിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്ന് വെച്ച് അത് സംഭവിച്ചില്ല എന്ന് ഒരിക്കലും നമ്മൾ പറയരുത്. അങ്ങനെ പറയുമ്പോൾ നമ്മളെക്കാൾ വലിയ മണ്ടൻ ഈ ലോകത്തില്ല എന്ന് വരും. ദൈവത്തിൻ്റെ സർവശക്തി മനസ്സിലാക്കി അത് തിരിച്ചറിഞ്ഞ് അത് വിശ്വസിക്കാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അസാധ്യങ്ങളെ സാധ്യമാക്കി നമ്മെ സഹായിപ്പാൻ ദൈവത്തിന് കഴിയുമെന്നുള്ളത് നമ്മുടെ അനുദിന ജീവിതത്തിൽ അനുഭവ സാക്ഷ്യമായി മാറും. ഇന്നും നമുക്ക് യേശുവിനോടുകൂടെ യാത്ര തുടരാം. ചില നിമിഷങ്ങളിലെ തുടർധ്യാനത്തിനായി വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 8-ാം വാക്യം വായിക്കട്ടെ. ഇപ്പോൾ കോരി വിരുന്നുവാഴിക്ക് കൊണ്ടുപോയി കൊടുപ്പിനെന്ന് അവൻ പറഞ്ഞു. അവർ കൊണ്ടുപോയി കൊടുത്തു. ഇപ്പോൾ നമ്മൾ വായിച്ച ഈ വാക്യത്തിൻ്റെ പശ്ചാത്തലം കർത്താവ് ലോകത്തിലായിരുന്നപ്പോൾ ചെയ്ത ആദ്യത്തെ അത്ഭുത പ്രവൃത്തിയുടെ ഭാഗമാണ്. അതായത് കാനാവിലെ കല്യാണ വീട്ടിൽ കർത്താവ് ചെയ്ത അത്ഭുതം. കാനാവിലെ കല്യാണ വീട്ടിൽ അന്ന് സംഭവിച്ചത് നിങ്ങളുടെ വീട്ടിലും സംഭവിക്കുവാൻ സാധ്യതയുണ്ടെന്നല്ല, സംഭവിപ്പിക്കാൻ ദൈവത്തിന് കഴിയും എന്ന് പറയുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. വിശ്വസിച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ മഹത്വം കാണുക തന്നെ ചെയ്യും. ഇതുവരെ ജീവിതത്തിൽ അത്ഭുതം കണ്ടില്ല എന്ന് വെച്ച് ജീവിതത്തിൽ ഇനി ഒരിക്കലും ഒരു അത്ഭുതം സംഭവിക്കില്ല എന്ന് ചിന്തിക്കരുത്. ദൈവത്തിന് ഏത് നിമിഷവും ഏത് സമയത്തും എങ്ങനെ വേണമെങ്കിലും ഏതു തരത്തിലും എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യാൻ കഴിയുമെന്ന് ഉറച്ചു വിശ്വസിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ കാനാവിലെ കല്യാണ വീടായി മാറത്തക്ക നിലകളിൽ ദൈവം നിങ്ങളിലൂടെ ചില അത്ഭുതങ്ങൾ ചെയ്യും. അങ്ങനെ ആ വീട്ടിൽ സംഭവിച്ചതുപോലെ എൻ്റെ വിഷയത്തിന് മേലും ദൈവത്തിന് അത്ഭുതം ചെയ്യാൻ കഴിയും. അങ്ങനെ ആ കല്യാണ വീട്ടിൽ അത്ഭുതം സംഭവിച്ചപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരാൾക്ക് പോലും യേശു അത്ഭുതം ചെയ്യുമെന്നറിയില്ല, യേശുവിൻ്റെ അമ്മയായ മറിയയ്ക്കൊഴിയെ. മറിയയ്ക്ക് യേശു അത്ഭുതം ചെയ്യുമെന്ന് ഉറപ്പുള്ളതുപോലെ നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയും ദൈവം ചിലത് ചെയ്യുമെന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളുക. ഇവിടെ നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത്, ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. എൻ്റെ പ്രാർത്ഥന കൊണ്ടും ദൈവത്തിന് ചിലത് ചെയ്യാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുക. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരായിട്ടുള്ള ഏതൊരാളും മനസ്സിലാക്കേണ്ട അതിപ്രധാനമായ ഒരു പാഠം, അവിടെ യേശുവിൻ്റെ അമ്മ ഉണ്ടായിരുന്ന ആ സമയത്ത് വീഞ്ഞ് പോരാതെ വന്നു, അല്ലെങ്കിൽ വീഞ്ഞ് തീർന്നുപോയി എന്ന് തിരിച്ചറിഞ്ഞ ഉടൻ തന്നെ ആരുടെയും പ്രേരണയില്ലാതെ തന്നെ അതിനൊരു പരിഹാരമുണ്ടാക്കണം എന്ന് തീരുമാനിച്ചുകൊണ്ട് യേശുവിൻ്റെ അടുക്കൽ അവസ്ഥകൾ ചെന്ന് അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നോക്കൂ, നമ്മുടെ അയൽവാസി, നമ്മുടെ കൂട്ടുകാർ, നമ്മുടെ ചാർച്ചക്കാർ, ബന്ധുമിത്രാദികൾ, നമ്മുടെ പരിചയത്തിലുള്ളവർ, ഒരുപക്ഷെ ഒരു പരിചയമില്ലാത്തവർ, ഇങ്ങനെ ആരുടെയൊക്കെ എങ്കിലുമോ വിഷയങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ അവരിങ്ങോട്ട് ആവശ്യപ്പെടാതെ തന്നെ പ്രാർത്ഥിക്കേണ്ടത് നമ്മുടെ കടപ്പാടാണ്. ആ വിഷയം ദൈവത്തെ അറിയിക്കേണ്ടത് നമ്മുടെ കടമയാണ്. അങ്ങനെ നമ്മൾ ചിന്തിക്കാൻ തയ്യാറെങ്കിൽ ഒരു കാര്യം ഉറപ്പാക്കിക്കൂ, ദൈവത്തിൻ്റെ വചനം പറയുന്നത് ഇങ്ങനെയാണ്: നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങൾക്കും അളന്നു കിട്ടും. നിങ്ങൾ ഒരാൾക്കൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്കൊണ്ട് പ്രാർത്ഥിക്കാൻ 1000 പേരെ ദൈവം എഴുന്നേൽപ്പിക്കുമെന്നുള്ളത് തർക്കമറ്റ സംഗതിയാണ്. നിങ്ങളുടെ ജീവിതത്തിലും ഈ ദിവസങ്ങളിൽ തന്നെ ദൈവം വലിയവ ചെയ്യും. പ്രാർത്ഥിക്കാൻ തയ്യാറെങ്കിൽ, അല്ല മറ്റൊരാൾക്ക് വേണ്ടി അവരുടെ ആവശ്യം അറിഞ്ഞുകൊണ്ട് അവരിങ്ങോട്ട് ആവശ്യപ്പെടാതെ തന്നെ പ്രാർത്ഥിക്കാൻ തയ്യാറാണെങ്കിൽ ദൈവം വലിയവ ചെയ്യും. ശുദ്ധീകരണത്തിനായി അവിടെ വെളിയിൽ വെച്ചിരുന്ന കൽപാത്രങ്ങളിൽ വെള്ളം നിറയ്ക്കാൻ യേശു പറഞ്ഞു. അവർ പറഞ്ഞതുപോലെ തന്നെ ചെയ്തു. അതായത് ശുശ്രൂഷക്കാർ അല്ലെങ്കിൽ ജോലിക്കാർ പറഞ്ഞത് അങ്ങനെ തന്നെ അനുസരിച്ചു. ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നോ ഇനി യേശു എന്താണ് ചെയ്യാൻ പോകുന്നതെന്നോ ഒന്നും നമ്മൾ മുൻവിധിക്കായി വെക്കണ്ട. ഇനി എന്താ ചെയ്യാൻ പോകുന്നതെന്ന് ഉത്കണ്ഠപ്പെടേണ്ട കാര്യമില്ല. ജസ്റ്റ് കർത്താവ് പറയുന്നത് അനുസരിക്കുക, കേൾക്കുക മാത്രം ചെയ്യുക. തീർച്ചയായിട്ടും അതിനപ്പുറമുള്ളത് ദൈവം നോക്കിക്കൊള്ളും. ിൽ കിടന്ന വെള്ളം കൽപാത്രത്തിൽ വന്നപ്പോഴും വെള്ളം തന്നെയാണ്. എന്നാൽ അത് യേശുവിൻ്റെ വാക്കിനാൽ ഏറ്റവും വിജയകരമായ വീഞ്ഞായി മാറിയതുപോലെ നിങ്ങൾക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുമോ? തീർച്ചയായിട്ടും അങ്ങനെ തന്നെ സംഭവിക്കും. ഞാൻ നിങ്ങൾക്കൊണ്ട് പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ പിതാവേ, എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിൽ ഇന്ന് വരെയും അത്ഭുതങ്ങൾക്ക് വേണ്ടി കാത്തിരുന്നിട്ട് പ്രാർത്ഥനാ വിഷയങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിരത്തി വെച്ചിട്ട് നിരാശയോടെ ആരെങ്കിലും ആയിരിക്കുന്നെങ്കിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി അവരുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തി അവരെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ, ആമേൻ.